ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2ന്റെ നാളത്തെ നല്ലൊരു ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവിക്ക് ചെറിയൊരു ബോധം വരുമ്പോഴേക്കും ഗോമതിയും മീനാക്ഷിയും ബാലനും കൂടി ദേവിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുന്നുണ്ട്. ദേവി പറയുന്നുണ്ട്, അമ്മേനേക്ക് ഇനി കഷായം ഉണ്ടാക്കി തരണ്ട കേട്ടോ, ആ കുഞ്ഞ് ഇനിയില്ല. മീനു, നിന്നെ ചെറിയമ്മന്ന് വിളിക്കാൻ ആ കുഞ്ഞ് ഇനിയില്ല. ബാലച്ചൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞ് നടക്കാനാകുമ്പോഴേക്കും ബാലച്ചൻ കൈ പിടിച്ച് നടത്തും, എന്നിട്ട് ഗോമതി സ്റ്റോഴ്സിലൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞല്ലോ, ഇനി അത് പറ്റില്ല ബാലച്ച എന്ന് പറഞ്ഞ പൊട്ടിക്കരയാണ്. ശേഷം കണ്ണടയണ മുമ്പ് നമ്മുടെ ദേവി ചോദിക്കുന്നുണ്ട്, ആനന്ദേട്ടൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ആർക്കും ഒന്നും എന്ത് പറയണമെന്ന് അറിയില്ല. വീണ്ടും വീണ്ടും ദേവി ചോദിക്കുന്നുണ്ട്, ആനന്ദേട്ടൻ എവിടെ അമ്മേ, ആനന്ദേട്ടൻ എവിടെ, എനിക്കൊന്ന് ആനന്ദേട്ടനെ കാണണം എന്ന് ദേവി പറയാണ്. അവരെന്ത് മറുപടി പറയുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേവിയുടെ പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട് അങ്ങനെ തന്നെ ഉറങ്ങി പോകാട്ടോ. അയ്യോ മോളെ ദേവി ദേവി എന്ന് ഗോമതി വിളിക്കുമ്പോഴേക്കും മീനാക്ഷി പറഞ്ഞിട്ട്, വേണ്ടമ്മേ വിളിക്കണ്ട, ദേവിയെടുത്തി മയക്കത്തിലാണ്, ഉറങ്ങട്ടെ, അല്ലെങ്കിലും ഉറങ്ങാൻ തന്നെയാ നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി ഗോമതിനെയും ബാലിനെയും പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഈ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ ഇനിയിപ്പോ നാളെ കാണാൻ പോണത് മീനാക്ഷിയുടെ മുമ്പിൽ ഗോമതിയും ബാലിനും പൊട്ടിക്കരയാട്ടോ. അമ്മ അച്ഛ നിങ്ങൾ ഇങ്ങനെ കരയല്ലേ, നിങ്ങളെക്കാളൊക്കെ വിഷമവും കാര്യങ്ങളും എനിക്കുണ്ട്, പക്ഷെ നമ്മളെ വിഷമിച്ച ദേവിയെടുത്തേക്ക് അതിന്റെ ഇരട്ടി വേദനയാകും. കുഞ്ഞ് നഷ്ടപ്പെട്ടൊരു അമ്മ അത് നമ്മളെക്കാളൊക്കെ എത്രയോ മടങ്ങ് ദേവിയെടുത്ത് വേദനിക്കുന്നുണ്ടാകും. ദേവിയെടുത്തിന്റെ വിഷമം അപ്പോഴും ആനന്ദേട്ടൻ വിഷമിക്കുന്നുണ്ടോന്ന് ഓർത്തിട്ടാണ് ദേവിയെടുത്ത് ചോദിക്കേണ്ടില്ല, ആനന്ദേട്ടൻ എവിടെയെന്ന്. ആനന്ദേട്ടന് സഡേക്ഷൻ കൊടുത്ത് കിടത്തിയ കാര്യമൊന്നും ദേവിയെടുത്തേക്ക് അറിയില്ലല്ലോ. അതും കൂടി അറിഞ്ഞ പാവം തളർന്നു പോകും. ദേവിയെടുത്തേയും ആനന്ദേട്ടനും എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ടാവും, നമ്മളെല്ലാവരെയും പോലെ തന്നെ. പാവം ആനന്ദേട്ടൻ കണ്ട ഡ്രസ്സ് വരെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നോക്ക്, ഇത് നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വേദനയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ദൈവത്തിനെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത്, ഈ കുഞ്ഞ് പോയാൽ നമുക്ക് ദൈവത്തേക്ക് വേറൊരു കുഞ്ഞ്, ഈ കുഞ്ഞ് തന്നെ ദൈവത്തിന്റെ വയറ്റിൽ ഇനിയും ജന്മം കൊള്ളും എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനെ സമാധാനിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തി അതിൽ നിന്ന് റിക്കവർ ആവും. അടുത്ത ഒരു പ്രസവകാലം വരെ ദൈവത്തേക്ക് ഒരു വിഷമം ഉണ്ടാവുള്ളൂ. അടുത്ത കുഞ്ഞ് വയറ്റിലാകണ സമയത്ത് ദൈവത്തി ആ ഒരു വിഷമം മറക്കും. മുമ്പുണ്ടായ സംഭവങ്ങൾ ദൈവത്തി മറക്കും. ആ തെറ്റുകളൊക്കെ നികത്തി ആ കുഞ്ഞിനെ നന്നായിട്ട് കെയർ ചെയ്യും ദൈവത്തി. അല്ലെങ്കിലും ഇവിടെ ദൈവത്തി അല്ലല്ലോ തെറ്റ് ചെയ്തത്, ആ അലോകാണല്ലോ. ആ നശിച്ച സമയത്ത് അവൻ വന്നതാണ് എല്ലാത്തിനും കുഴപ്പമായി പോയത്. അപ്പൊ ബാലൻ പണ്ട് അവനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല, ഇപ്പൊ ഹോസ്പിറ്റൽ ആയോണ്ടാ, അല്ലാന്നുണ്ടെങ്കിൽ അവനെ നല്ലത് ഞാൻ കൊടുത്താനേ. ഗോമതി പറഞ്ഞിട്ട്, ബാലേട്ട അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്, അതിനിടയ്ക്ക് ബാലേട്ടനും കൂടി ഒരു പ്രശ്നത്തിൽ പോയി പെടല്ലേ, അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അല്ല ആ അലോകിന്റെ കാര്യം എന്തായമ്മേ, അവന് ബോധം വന്നു, അവൻ എഴുന്നേറ്റ് പോയി, ബാലേട്ടൻ പോലീസിനെ വിളിക്കാൻ പോയായിരുന്നു, ബാലേട്ടൻ കുറ്റം ഏറ്റെടുത്തിട്ട്. എന്തിനാ അച്ഛാ മോളെ, നോക്ക്, നീയൊക്കെ ഇനി ഒരുപാട് കാലം ജീവിക്കേണ്ട സന്തോഷത്തോടെ. ഞാൻ സത്യം പറയല്ലേ, ഞാനിപ്പോ കുടുംബത്തിലില്ലെങ്കിൽ പോലും നീ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് മോളെ. നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ആ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായത്. പിന്നെ എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, നിങ്ങളല്ലെങ്കിൽ ജീവിച്ച് കാണിക്കേണ്ടത്. എന്നാലും അച്ഛ അതൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ. എന്തായാലും അവൻ രക്ഷപ്പെട്ടു പോയി കളഞ്ഞു, അവനങ്ങനെ രക്ഷപ്പെടില്ലമ്മേ. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. അവൻ എവിടെ വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ 2 കൊടുക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ മീനു അനുവിനെയും അതുപോലെ തന്നെ ദേവിയത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ തലയിൽ ഞാൻ ആ ഒരു കമ്പ് കൊണ്ട്, അതായത് ആ ഒരു വടി കൊണ്ട് അടിച്ചത്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ നല്ല ദേഷ്യമുണ്ട്. ഇപ്പൊ മനഃപൂർവ്വം തന്നെ അവന്റെ തല അടിച്ച് പൊട്ടിക്കോമേ ഞാൻ എന്നൊക്കെ മീനാക്ഷിനെ പറയാട്ടോ. ഈശ്വര, ഇതിൽ നിന്ന് എങ്ങനെയാണ് ദേവി എടുത്തി ആനന്ദേട്ടന് എത്ര നാൾ പിടിക്കും റിക്കവർ ആവാനായിട്ട്, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ഇങ്ങനെ കരയുന്നുണ്ട്. മോളെ നീ ഇങ്ങനെ കരയല്ലേ, വിഷമിക്കല്ലേ മോളെ എന്നൊക്കെ പറയാണ്. ദേവിയുടെ കൂടെ നീ വേണം ഇനി എന്ന് പറയാണ്. ശരിയമ്മ, ഞാൻ കുറച്ചു നാളത്തേക്ക് ഓഫീസിൽ ലീവ് പറയാൻ വേണ്ടി പോവാണ്, ദേവിയെടുത്തിന് ഒറ്റയ്ക്ക് ഇട്ടാൽ ശരിയാവില്ല. മീനാക്ഷിക്ക് മീനാക്ഷി ആയിട്ടുള്ള ഞാൻ എന്തായാലും വീട്ടിൽ വേണം. ഈ ഒരു സമയത്തല്ലേ വീട്ടിലിരിക്കാൻ പറ്റുന്നത്. മിത്രയ്ക്ക് എന്തായാലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി മിത്ര അറിയുമ്പോ അവളുടെ വിഷമം ഉണ്ടാകും, ആര്യൻ എല്ലാവരും വിഷമിച്ച് ആകെ ഒരു അവസ്ഥയിലാകും എന്നൊക്കെ പറഞ്ഞവർ ആകെ വേദനിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അനു ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുകന്യ വീണ്ടും വീണ്ടും അനുവിന്റെ അടുത്ത് പറയാണ്, മോളെ അനു നോക്ക്, അലോക് ഒരു പാവപ്പെട്ട പയ്യനാണ്, അവനെ സ്നേഹിക്കാൻ മാത്രമേ, പക്ഷെ ഒരു പൊട്ടനും കൂടിയിട്ടാണ്. അതുകൊണ്ടല്ലേ നിന്നെ കാണാനായിട്ട് ഇത്രയും ആൾക്കാരുള്ള സമയത്ത് ഇവിടെ കയറി വന്നത്. നിന്നെ വെച്ചാൽ അവനെ പ്രാന്താണ് മോളെ, നിന്നെ കിട്ടില്ലെങ്കിൽ അവൻ ചത്തു കളയും, ആ ഒരു മട്ടിലാണ്. എനിക്ക് അവനോട് ദേഷ്യമാണ്. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൻ എന്ത് തെറ്റാ ചെയ്തത്? അവൻ നിന്നെ കാണാൻ വന്നു, ആ സമയത്ത് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഉണ്ടാവണം എന്നുള്ളത് ചിലപ്പോ വിധിയായിരിക്കും, നീ അങ്ങനെ വിചാരിക്കുക എന്നൊക്കെ പറയണിട്ട് നമ്മുടെ അനുവിനെ വീണ്ടും അലോകിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നോക്കാണ് സുകന്യ കേട്ടോ. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കണ്ടേ, എടി മോളെ അനു, നീ അലോകിന്റെ പെണ്ണാണ്, നീ ആ കുടുംബത്ത് പോയിട്ട് കഷ്ടപ്പെടണം, അതാണ് അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹത്തിലൂടെ ഞാൻ നിൽക്കുള്ളൂ. കാരണം എനിക്ക്
ഇനി ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട് എന്ന് സുകന്യ മനസ്സിൽ വിചാരിക്കുകയാണ്. ദേവിക്ക് പിന്നെയും ബോധം വരുവാട്ടോ. ബോധം വരുമ്പോഴേക്കും ദേവി വീണ്ടും ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്റെ ഭർത്താവിനെ കാണണം, ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കാണ്. അപ്പൊ നേഴ്സ് പറയണ്ട, നിങ്ങളുടെ ഭർത്താവ് ആനന്ദല്ലേ? ആ അതെ. ആനന്ദിന്റെ പുറത്തുണ്ടോ? ഇല്ല. ആനന്ദ് ഈ സംഭവം പറഞ്ഞിട്ട് ആകെ വിഷമത്തിലായിരുന്നു. ആനന്ദ് കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. കുഞ്ഞു മരിച്ചെന്ന് ആനന്ദിനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവിടുത്തെ കസേരയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു, അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് അവസാനം സഡേഷൻ കൊടുത്ത് ഉറക്കേണ്ടി വന്നു. അപ്പോ എന്റെ ആനന്ദത്തിന് മാനസികത തെറ്റിയെന്നാണോ സിസ്റ്റർ നിങ്ങൾ പറയണത്? അതെ, നിങ്ങളെക്കാളും വലിയ അവസ്ഥയാണ് അങ്ങേർക്ക്. സാധാരണ ഞങ്ങൾ ഇവിടെ ഒരു ഗർഭിണികളുടെ ഇതുപോലത്തെ ഒരു അവസ്ഥകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള കാരണം അല്ലായിരിക്കും, എങ്കിൽ പോലും കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരുപാട് ഗർഭിണികളും ദമ്പതികളുടെ വരുന്നുണ്ട്. പക്ഷെ ആ പെണ്ണുങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം. അമ്മമാർക്കേ, അച്ഛന്മാർക്ക് അമ്മമാരെക്കാളും വിഷമം കുറച്ചായിരിക്കും, അല്ലെങ്കിൽ വിഷമം ഉണ്ടെങ്കിൽ തന്നെ അവർ കാണിക്കില്ല പുറത്ത്. പക്ഷെ നിങ്ങളുടെ ആനന്ദേട്ടൻ നിങ്ങളുടെ 100 ഇരട്ടി വിഷമിക്കുന്നത് ഞാൻ കണ്ടു. മോളെ, നിന്റെ ഭാഗ്യമാണ് നിന്റെ ആനന്ദേട്ടൻ. നീ എന്തിനാ വിഷമിക്കണം? നിങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട്. പക്ഷെ സിസ്റ്റർ ഒന്നും അവിടെ ഇല്ലാത്ത സമയത്ത് ദേവി അവിടെ നിന്ന് ഓടി നമ്മുടെ ആനന്ദിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോവാട്ട്. ആനന്ദ് എവിടെയാ കിടക്കണേന്ന് പോലും ദേവിക്ക് അറിയില്ല. എങ്കിൽ പോലും ആനന്ദിന്റെ അടുത്തേക്ക് ദേവി ഓരോരോ റൂമിൽ കയറി ഇറങ്ങി നടക്കാൻ. എന്റെ ആനന്ദേട്ടൻ എവിടെയെന്ന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ് ദേവി. പെട്ടെന്ന് ദേവിക്ക് വീണ്ടും മൈൻഡിലേക്ക് ആ ഒരു ഓർമ്മ വരികയാണ്. അലോക് വീട്ടിലേക്ക് വന്നതും തള്ളിയതും ദേവിയുടെ വയറ് ആ ഒരു മേശയിൽ ഇടിച്ചു കൊണ്ടതും പെട്ടെന്ന് വേദന സഹിക്കാൻ ദേവി നിലത്ത് കിടന്ന് പെടഞ്ഞതും മാത്രം ദേവിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അപ്പൊ ദേവി വിചാരിക്കുകയാണ്, അലോക് അവൻ തന്നെയാ, അവനാ എന്റെ കുഞ്ഞെ കൊന്നത്. അവനെ വിളിച്ചു വരുത്തിയ അനു എന്നോട് തെറ്റ് ചെയ്തു. പിന്നെ അനുവിന് എല്ലാ ഒത്താശയും ചെയ്തെടുക്കണം ആ സുകന്യാണ് അമ്മായി. എനിക്കിപ്പോ എല്ലാവരും മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു പൊട്ടിയായോണ്ട് എല്ലാവരും വിശ്വസിച്ചു. അല്ല, അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞ അലോകാണ് എല്ലാത്തിനും കാരണം. എന്റെ കുഞ്ഞെ കൊന്നത് അലോകാണ്, അവന്റെ കൈകളാണ്. ഞാൻ വെറുതെ വെച്ചേക്കില്ല, ഞാൻ ഇപ്പൊ തന്നെ പോകും, എല്ലാത്തിനും ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് ദേവി പെട്ടെന്ന് നമ്മളെ കാണുന്നില്ല. അപ്പൊ നമ്മുടെ മീനാക്ഷി ദേവിക്ക് ഒരു ജ്യൂസ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്, ക്യാൻറ്റീനിലേക്ക് പോവാണ്. തിരിച്ചു വരുമ്പോഴേക്കും ദേവിനെ അവിടെ കാണുന്നില്ല. സിസ്റ്ററിനോട് ചോദിക്കണ്ടേ, ദേവിയെടുത്തി എവിടെ? വാഷ്റൂമിൽ ഉണ്ടാവുമായിരിക്കും എന്ന് പറയാണ്. ദേവിയെടുത്തി വാഷ്റൂമിൽ തട്ടുമ്പോഴേക്കും വാതിൽ തുറന്നു കിടക്കാട്ടോ. ഇവിടെ ഇല്ലല്ലോ സിസ്റ്റർ, ഇവിടെ ഇല്ല. അയ്യോ, ഇനി ചെക്കപ്പിനെങ്ങാനും. അയ്യോ, നിങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പോയത് ദൈവത്തേക്ക് ജ്യൂസ് മേടിക്കാൻ. പാവൻ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാ ഒരു ജ്യൂസ് മേടിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോയത്. നിങ്ങൾ എന്ത് ഉത്തരവാദിത്വം നിങ്ങൾക്ക്? ദേവിയെടുത്ത് ദേവിയെടുത്ത് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ അന്വേഷിക്കണം. അപ്പൊ ഗോമതിയും ബാലനും എന്താ മോളെ എന്ത് പറ്റി? ദേവിയെടുത്തിനെ കാണുന്നില്ല. അപ്പോഴേക്കും സുകന്യയുടെ കോള് നമ്മുടെ ഗോമതിയുടെ ഫോണിലേക്ക് വരുവാണ്. ചേച്ചി, ദേവി ഭ്രാന്ത് പിടിച്ചു പോലും ഇവിടെ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടാണ്. ഒരു മരണവെപ്രാളമൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ദേവിയുടെ കുഞ്ഞിനെ ഞങ്ങൾ എല്ലാവരും കൂടി കൊന്നുന്ന രീതിയിലാണ് ദേവിയുടെ പെരുമാറ്റം. അലോകിന് വക വരുത്തുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണോ, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗോമതിയും അതുപോലെ തന്നെ ദേവിയല്ല ഗോമതിയും ബാലനും മീനാക്ഷിയും കൂടി പിന്നെ വീട്ടിലേക്ക് പോവാണ്. ദേവിയുടെ മാനസികത ആകെ തെറ്റിട്ടോ. അതൊന്ന് നോക്കി അവൻ കുറെ സമയം എടുക്കും. തമിഴില് ദേവി ഗർഭിണിയൊന്നും ആയിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും ഒരു കാര്യമുണ്ട്, ഈ കാരണം കൊണ്ടിട്ട് നമ്മുടെ ആനന്ദ് ദേവിനെ വീണ്ടും വെറുക്കും. ദേവിയുടെ കുഴപ്പം കൊണ്ടിട്ടല്ല, പക്ഷെ ആനന്ദ് ദേവിനെ വീണ്ടും വെറുക്കുകയും വീണ്ടും പഴയ പോലെ തന്നെ ഉപേക്ഷിക്കാൻ പോവാണെന്നൊക്കെ പറയും. ശരിക്കും ഉപേക്ഷിക്കുന്നപ്പോ കുഞ്ഞുള്ളതുകൊണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ ആനന്ദ് ക്ഷമിച്ചത്. പക്ഷെ ഇനി ആനന്ദ് പഴയ സ്വഭാവത്തിലേക്ക് പോകും. ദേവി വേണ്ട എന്നൊക്കെ പറയും കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.